ഹലോ വാട്സപ്പ് ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് കളിക്കാൻ പോവാണ്. വെൽക്കം ടു അവർ ഗൂസ്. നിങ്ങളപ്പോൾ വിചാരിക്കും ഞാനിവിടെ അയൺ ആർമറും ഡയമണ്ട് പിക്കേക്സ് എല്ലാം പിടിച്ച് നിൽക്കുന്നത്. അത് ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു ആദ്യം വീഡിയോ. അപ്പോൾ അതിൻ്റെ മൈക്രോഫോൺ സൗണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ചെയ്ത് എടുക്കുവാണ്. എല്ലാവരും പോയിട്ട് വീഡിയോ കണ്ടിട്ട് പോവാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഇത്രയും കുഴി വെട്ടി നമ്മൾ 3 സ്റ്റാക്കും 38 സ്റ്റോണും നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് അയൺ മൈൻ ചെയ്യണം. അതിന് മുമ്പ് ടൂൾസ് ഉണ്ടാക്കണ്ടേ ഗൈസ്? എന്താണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെ നമ്മൾ ടൂൾസ് ഓരോന്നായിട്ട് ഉണ്ടാക്കാം. ആക്സ്, ഒരു സാഡ്, ഒരു പിക്കാക്സ്. എന്നിട്ട് നമുക്കിവിടെ അടുത്ത് കുറേ അയൺ ഉണ്ട്. അയൺ മൈൻ ചെയ്യാൻ പോകാം. ഓക്കെ ഗൈസ്, ഇവിടെ അയൺ ഇരിപ്പുണ്ട്, നമുക്ക് കാണാം. അത്യാവശ്യം 3 അയണോ 4 അയൺ ആവോ? 4 അല്ല 6 അയൺ. ഓ ഗൈസ്, വീണ്ടും അയൺ കിട്ടുന്നു ഗൈസ്. എന്തായാലും ഒരു നല്ല കമനീയ ശേഖരത്തിലാണ് നമ്മൾ വന്ന് കയറിയിരിക്കുന്നത് ഗൈസ്. ഞാൻ അതിൻ്റെ താഴേക്കില്ല പ്ലീസ്, ഇതിൻ്റെ താഴെ ഇല്ല, ഇതും കൂടെ ഉള്ളൂ. ഓ ഗൈസ്, ശോകം. ഇവിടെ ഒരു അയൺ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ലാഗ് ഉണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ ലാഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ വന്നു വന്ന് കാലമാടാൻ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. എന്താണ് യവന്മാർക്കൊക്കെ എന്നെ എന്തോ ഭയങ്കര ഇഷ്ടമാണോ? നീ നമുക്ക് കുറച്ച് കോൾ ചെയ്യാം, കാരണം ഇത് ഉരുക്കുണ്ട് ഗൈസ്. എന്താണ് നിങ്ങൾ പറയുന്നത്? ഉരുക്കാൻ നമ്മൾ എവിടെ പോകുന്നു? ഉരുക്കിയിട്ടേ പോകത്തുള്ളൂ. പിന്നെ ടോർച്ച് ഉണ്ടാക്കണം, കുറച്ച് ലൈറ്റപ്പ് ചെയ്യണം. അറിയാലോ, ഇങ്ങനത്തെ കുറേ മാരണങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ലൈറ്റപ്പ് ചെയ്യാതെ ഒരു വഴിയില്ല ഗൈസ്. അതിന് നമുക്കൊരു ബെഡ് ഉണ്ടാക്കിയായിരുന്നേ കുറച്ച് ആശ്വാസമായേനെ. ഞാൻ പോയി നോക്കട്ടെ. ഇതൊക്കെ 3 ഷീപ്പ് കാണാതിരിക്കത്തില്ല. എന്തായാലും ഇപ്പോൾ ബെഡ് ഉണ്ടാക്കല് നടക്കത്തില്ല ഗൈസ്. നമുക്ക് കേവ് എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ബെഡ് ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല ഗൈസ്. മമ്മിയും ക്രീപ്പറും അതിൻ്റെ ഉള്ളിലും കാണും. അങ്ങനെ നമുക്കൊരു ഫർണേസ് ഉണ്ടാക്കാം ഗൈസ്. ഫർണേസ് മുഖ്യം ബിഗിലേ. അങ്ങനെ ഫർണേസ് നമ്മൾ ഉണ്ടാക്കി ഗൈസ്. അയണില്ലാതെ എന്ത് ജീവിതം ഗൈസ്? ഒരു അയൺ ഫാം പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനൊന്നുമില്ല. അതിന് മുന്നേ നമുക്ക് ഇനിയും കുറച്ചും കൂടെ അയൺ കിട്ടുവാണെങ്കിൽ ഒരു ഫുൾ ആർമർ സെറ്റിലേക്ക് മാറായിരുന്നു. അതൊക്കെ ഇറങ്ങട്ടെ ഗൈസ്. എനിക്കറിയത്തില്ല. കുറച്ച് കോളിരിപ്പുണ്ട്. ഈ അമ്മമാരെ കുറിച്ച് അറിയാലോ നിങ്ങൾക്ക്. മൂട്ടി വന്ന് പൊട്ടുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പച്ചക്കുള്ളൻ പുളിച്ചാടി ഇവിടെ. അവനെങ്ങാനും വന്നിട്ട് മൂട്ടിയിരുന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓ ഗോവിന്ദ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് രാമായണവും പാടി ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ആർമറിലേക്ക് ഷീൽഡിലേക്ക് മാറിയേക്കാം. അപ്പോൾ പച്ചത്തുള്ളം പുളിച്ചാടിന് പേടിക്കേണ്ട ആവശ്യം വരത്തില്ല. അത്യാവശ്യം നല്ല കോള് കിട്ടുന്നുണ്ട്, അയണും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡയമണ്ട്. ഐ നീഡ് ഡയമണ്ട്. കുറച്ചും കൂടെ കോളിനകത്ത് തന്നെ വെച്ചേക്കാം. നമുക്ക് പെട്ടെന്നൊരു ഷീൽഡ് ഉണ്ടാക്കിയേക്കാം. കാരണം ഷീൽഡ് ഉണ്ടാക്കാതെ എന്ത് ജീവിതം ഗൈസ്? പറയൂ നിങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഷീൽഡ് ഉണ്ടാക്കിയില്ല ഇവന്മാരെ എപ്പം മൂട്ടി വന്ന് പൊട്ടുമെന്ന് പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് ഒരു സേഫ്റ്റിക്ക്. പിന്നെ ഒരുത്തനുണ്ടല്ലോ അമ്പോളി, അവനെനിക്ക് തീരെ പിടിക്കത്തില്ല. അതുകൊണ്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കി വെച്ചേക്കാം. ഇല്ല എന്തൊക്കെ നടക്കുന്നു എന്താ തമ്പുരാനറിയാം. ഒരു പിക്കാസും കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിക്കാസ് എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കട്ടെ ഗൈസ്. ഓക്കെ, ഇപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കാം. കാരണം എപ്പോഴാണ് ഈ എമ്മമാരൊക്കെ മൂട്ടി വന്നിട്ട് തകത എന്ന് പറഞ്ഞ് പൊട്ടുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോൾ ചാവുന്ന ഒരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്തെന്ന് വെച്ചേക്കാം.
ഏറ്റവും വൃത്തിയായിട്ട് വുഡ് എടുത്ത് അയണും വെച്ചേക്കാം. പിന്നെ സ്റ്റോൺ അത്യാവശ്യം നമുക്ക് ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് 2 സ്റ്റാക്ക് നമ്മുടെ കയ്യിൽ വെച്ചേക്കാം. ഇനി നമുക്ക് മൈനിങ്ങിന് ഇറങ്ങാം ഗൈസ്. നമുക്ക് കുറച്ച് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടി. രാത്രിയാകാൻ പോകാമെന്നൊരു സംശയം ഇല്ലാതില്ല. എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ സ്വൈര്യം അമ്മാനെ കൊണ്ടൊന്നും ഒരു സ്വൈര്യം ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും രാത്രിയാകാൻ വേണ്ടി പോകുന്നത്. അതെ ഗൈസ്, രാത്രിയാകാൻ പോവാണ്. നേരത്തെ പോലെ തന്നെ രാവിലെ ആയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. 3:28 AM. അങ്ങനെ രാവിലെയായി ഗൈസ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഗൈസ്? ഈ അയണും കൂടെ അങ്ങ് ഉരുക്കാൻ വെച്ചേക്കാം. അയൺ കിടക്കട്ടെ, അയൺ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അയണിൻ്റെ ഒരു ഫുൾ ടൂൾസ് ഉണ്ടാക്കിയേക്കാം. എന്താ ടൂൾസ് മുഖ്യം ബിഗിലെന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷെ നമ്മുടെ അടുത്ത് എന്തില്ല, സ്റ്റിക്കില്ലെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. അതുകൊണ്ട് സ്റ്റിക്കും നമ്മുടെ അടുത്ത് കുറച്ച് വുഡും എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് പ്ലാങ്ക് ആക്കിയിട്ട് നമുക്ക് കുറച്ച് ഇതെടുത്ത് വെച്ചേക്കാം. എന്ത്, നമുക്ക് ഇനി ഒരു സോഡ് വേണം, ഒരു ആക്സും വേണം. ഓക്കെ, അങ്ങനെ അത് കറക്റ്റായിട്ടുണ്ട്. ഇവിടെ ഭയങ്കര മഴയാണ്, അതുകൊണ്ട് റെക്കോർഡിങ്ങിനൊക്കെ ശുദ്ധത വരുത്തത്തില്ല. അങ്ങനെ ഗൈസ് നമ്മൾ മൊത്തം അയൺ ടൂൾസിലേക്ക് മാറിയേക്കുവാണ്. നമ്മളുടെ അടുത്ത് സോഡുണ്ട്, പിക്കാക്സ് ഉണ്ട്, ആക്സും ഉണ്ട്. നമ്മളിന്ന് ഡ്രീമിൻ്റെ സ്കിന്നാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു സ്വന്തമായിട്ട് സ്കിൻ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പം നമ്മൾ തൽക്കാലം സ്കിൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇതിൽ നിന്ന് അയൺ എടുക്കാനുണ്ട്. ഇനി നമുക്ക് കുറച്ച് അയൺ കണ്ടുപിടിക്കാൻ പോകണം. ഇത്രയ്ക്ക് അയൺ പോരാ നമുക്ക് ഇനിയും അയൺ വേണം. കാരണം അയൺ മുഖ്യം ബിഗിലേ, നിങ്ങൾ കേട്ടില്ല? അങ്ങനെ നമ്മൾ ഇത്ര സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം ശകലമാണ് വേണം. ഉച്ചയായി, ഈ നട്ടുച്ചയ്ക്ക് ചിലപ്പോൾ ഇവിടെയൊക്കെ തപ്പിയിട്ടില്ല. നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. പക്ഷെ കിട്ടി. പക്ഷെ നമ്മൾ ഈ അയണിൻ്റെ പിക്കാക്സ് ചെയ്യുന്നില്ല. കാരണം അയണിൻ്റെ പിക്കാക്സ് കൊണ്ട് വേറെ കുറേ ആവശ്യമുണ്ട്. കാരണം ഡയമണ്ട് മൈൻ ചെയ്യണമെങ്കിൽ അത് നമുക്ക് അത്യാവശ്യമാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് സ്റ്റോൺ പിക്കാക്സും സ്റ്റോൺ ആക്സ് എടുക്കണമില്ലേ, എന്തായാലും മൈൻ ചെയ്യാൻ പോലെ. ആക്സൊക്കെ എന്തിനാ, നമ്മൾ പോട്ടെ. ദൈവമേ, കുറച്ച് അയൺ കിട്ടണേ. ഒരു ബൂട്ടും ലെഗിൻസും കൊണ്ട് ഉണ്ടാക്കാനുള്ള അയൺ കിട്ടണമേ ദൈവമേ. പ്രാർത്ഥിക്കൂ, എല്ലാവരും പ്രാർത്ഥിക്കൂ ഗൈസ്, ഒരുമിച്ച് പ്രാർത്ഥിക്കൂ. അങ്ങനെ നമുക്ക് 7 എണ്ണം കിട്ടി. 7 എണ്ണം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ ദൈവമേ, ആർക്കറിയാം. നമ്മുടെ അടുത്ത് ഒട്ടും ഹെൽത്തില്ല, കാരണം ഭക്ഷണമില്ല ഗൈസ്. ഭക്ഷണമില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും, നിങ്ങൾ പറയൂ. എനിക്ക് പറഞ്ഞൂടാ എങ്ങനെ ജീവിക്കുമെന്ന്. നമുക്ക് കുറച്ച് ബ്ലോക്ക് എടുത്ത് കയ്യിൽ വെച്ചേക്കാം, അത്യാവശ്യമുണ്ട്. സ്കെൽട്ടനൊക്കെ അറിയാമല്ലോ, സ്കെൽട്ടൻ കാട്ടത്തിനൊക്കെ. നമുക്ക് തന്നെ നേരെ ഒന്ന് മൈൻഡ് ചെയ്ത് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. നമുക്ക് ഈ ഇപ്പോൾ കുഴി കിടന്നേനെ കോളും കൂടെ എടുത്തേക്കാം. കാരണം കോള് വെച്ചിട്ട് കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം. ഇതൊന്നൊക്കെ ഒന്ന് ലൈറ്റപ്പ് ചെയ്തിട്ട് ക്ലീനപ്പ് ചെയ്യണം. ഇവിടെ ഒരു കോൾ ഇരിപ്പുണ്ടല്ലേ. ഇതെന്തി രാത്രിയാവാൻ പോവാണെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമില്ല, കാരണം എൻ്റെ അടുത്ത് ബെഡില്ല ഗൈസ്. എന്താണ് നിങ്ങളീ പറയുന്നത്? നേരത്തെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോവാണ്. രാവിലെ ആയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പോവാം? ഇവിടുന്ന് ഇതാക്കണം അല്ലേ. ഇവിടേക്ക് നമുക്ക് പണിയണ്ട, ഇങ്ങോട്ടും പണിയണ്ട. ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ എങ്ങ് പണിതല്ല, ഇവിടെ തന്നെ പണിയാം. അപ്പോൾ നമുക്കൊരു പിക്കാസ് ഉണ്ടാക്കി. പിക്കാസ് ഇല്ലാതെ കുഴി പെട്ടെന്ന് നമ്മൾ ദുഷ്കരമായ പണിയൊന്നും നമ്മൾ എടുക്കരുത്, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് കോൾ എടുത്തേക്കാം കയ്യിൽ. പിന്നെ അയൺ വേണം. അയൺ കൊണ്ട് ആക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഒരു ലെഗിൻസും ഒരു ബൂട്ടുമാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. ലെഗിൻസ് ഉണ്ടാക്കാം, ബൂട്ട് ഉണ്ടാക്കാൻ ഇനി 4 അയൺ വേണം. 4 അയൺ
കാട്ടാം. നാളെയും പോയി കണ്ടുപിടിക്കണം. സീനില്ല. നമുക്ക് ഇവിടെ അങ്ങ് വെട്ടിയിട്ട് ചെയ്യാം. ഇത് വെച്ചിട്ട് നിരപ്പാക്കി വെക്കും കുറച്ചൊക്കെ. ക്രീപ്പർ അമ്മാവൻ വന്നിട്ടുണ്ട്. ക്ഷണിക്കാത്തൊരതിഥി. ഒരു വലിയ പൊട്ടിത്തെറിയൊന്നും പ്രതീക്ഷിച്ചതാണ് ഞാൻ, പക്ഷെ അത്ര വലിയതൊന്നും ഉണ്ടായില്ല. ദൈവത്തിനറിയാം. ചിലപ്പോൾ ഇതിപ്പോൾ ഒരു തുടക്കം മാത്രമായിരിക്കും. പുൽച്ചാടീനെ എനിക്ക് തീരെ പിടിക്കത്തില്ല. പിന്നെ പുൽച്ചാടി, ഐ ഡോണ്ട് ലൈക്ക് പുൽച്ചാടി. പുൽച്ചാടി ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ്. ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ സ്വട്ട ഡേഞ്ചർ. ഇവിടെ നമ്മൾ ഇത്ര സ്ഥലം വെട്ടി വെച്ചിട്ടുണ്ട്. ഇത്ര സ്ഥലമൊക്കെ മതിയായിരിക്കും. ഇവിടേക്ക് അങ്ങ് ആക്കിയേക്കാം നമ്മുടെ സ്ഥലം. തൽക്കാലം ഇത് കുറച്ച് കുഴിച്ച് വെച്ചേക്കാം. അങ്ങനെ ഇങ്ങനെയൊന്നും അങ്ങോട്ടാരും കയറണ്ട. എനിക്കത് ഇഷ്ടമല്ല. പൊട്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. അങ്ങനെ ഇങ്ങോട്ടാരും കയറണ്ട. ഒരു ചെറിയ വഴി വെച്ചാൽ മതി. പാർക്കോർ വഴി വെച്ചാൽ ഇങ്ങനെ. അയ്യോ, അത് വേണ്ട. കുറച്ച് മതിലിവിടെ കെട്ടി വെച്ചേക്കാം. അപ്പം മൂളിയിൽ നിന്നും ആൾക്കാർ വരുമല്ലേ. എന്താ ചെയ്യാൻ ഈ തീട്ടങ്ങൾ? അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? പാർക്കോർ വഴി ഉണ്ടാക്കാം. എന്നിട്ട് ഇവിടെ കുഴിച്ചേക്കാം. ആരോ വന്നതായിട്ട്. സർപ്രൈസ് മദർഫക്കർ. കിട്ടി. അമ്പോളിച്ചാട്ട സുഖാണോ? ഡയമണ്ട് ഗൈസ്. ഡയമണ്ട് കണ്ടുപിടിച്ചു ഗൈസ്. ഏതൊരുത്തനും കൂടെ വരുന്നത് പോലെ തോന്നി. വെള്ളത്തിൻ്റെ ശബ്ദമെല്ലാം കേട്ട്. ഇവിടെ കുറച്ച് കോപ്പർ ഇരിപ്പുണ്ട് ഗൈസ്. കോപ്പറൊക്കെ മൈൻ ചെയ്തെടുത്തേക്കാം. നമുക്ക് മറ്റേ ആർമഡലോനെ ഒന്ന് ആർമർ എടുക്കണം. എന്നിട്ട് ഒരു പട്ടീനെ കൂടെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അമ്പോളീനൊന്നും ഒരു വിഷയമില്ല. അമ്പോളിയൊക്കെ മുണ്ടുമ്പൊക്കെ ഓടും ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ഒരെണ്ണം കൂടി ഇങ്ങനെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അമ്മമാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് അവിടെ ഇരിക്കുന്ന സാധനം ഇവിടെ കൊണ്ടുവരണം. പൊട്ടിച്ചെടുക്കണം. അതവിടെ പോയി വീണ് കാട്ടം. രാത്രിയാകുമ്പോൾ പോകണം. രാത്രിയാണെന്ന് ഒട്ടുമായത്. അങ്ങനെ നമ്മൾ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൂടെ സെറ്റാക്കി വെക്കണം. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു ഫർണേസ് വേണം. ഫർണേസ് എടുത്തേക്കാം. പിന്നെ 2 ചെസ്റ്റ് ഇവിടെ എടുത്തേക്കാം. വാല്യുബിൾ ആയിട്ടുള്ള ചെസ്റ്റ് ഈ മൂലക്ക് ഇരിക്കട്ടെ. അവിടെ തന്നെ ഇതും, അവിടെ തന്നെ ഫർണേസും വെച്ചേക്കാം. എന്നിട്ട് ഈ ചെസ്റ്റിനകത്ത് ആവശ്യമില്ലാത്ത ഈ ചവറ് കണക്കിന് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാം. എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് വെക്കട്ടെ. ഇല്ല പണിയാണ്.
പിന്നെ ഇത്രയും സ്റ്റാക്ക് സ്റ്റോണൊന്നും നമ്മുടെ കയ്യിൽ വേണ്ട. നമുക്ക് അത്യാവശ്യമുള്ള സ്റ്റോണൊക്കെ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഈ ബോൺ വെച്ചേക്കാം, പട്ടീനെ ടൈം ചെയ്യാം. കോൾ ആവശ്യമുണ്ട്. കോളും വുഡും എനിക്ക് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. എനിക്ക് ലൈറ്റപ്പ് ചെയ്യാനുള്ളത്. കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം ഗൈസ്. അത്രയും ടോർച്ച് മതി. അയ്യോ സോറി, സാധനം മാറിപ്പോയി ഗൈസ്. ടോർച്ച് മതി ഗൈസ്. ടോർച്ച് അത്യാവശ്യം വേണം. ടോർച്ച് ആക്കിയിട്ടുണ്ട്. ടോർച്ച് ആക്കിയതിൽ ഒരു സ്റ്റാക്ക് ടോർച്ച് അത്യാവശ്യം ഇത്ര അവിടെ ഇരിക്കട്ടെ. ബാക്കി തിന്നാനുള്ള ആകെ എൻ്റെ കയ്യിലുള്ളൊരു സാധനമാണിത്. ഞാൻ അടിയിലേക്ക് കുഴിച്ച് പോയാലോ ഗൈസ്? ഒരു ക്യൂരിയോസിറ്റി. അടിയിലേക്ക് കുഴിച്ച് പോയാലോ? അയൺ ടൂൾസ് മാത്രം കയ്യിൽ വെച്ചേക്കാം. ടോർച്ചും പിന്നെ ഒരു സാഡോർണം എക്സ്ട്രാ ഇരിക്കട്ടെ. അടിയിലേക്ക് കുഴിച്ച് പോയാലോ? അല്ല, ഡയമണ്ട് കൂടിയിട്ടില്ല. ഡയമണ്ട് ആദ്യം കുളിക്കുന്നതിന് മുമ്പ് ഒരു സാധനം വെച്ചേക്കാം. ഇനി അവിടെ ആരും പോണാവത്തില്ല. നമ്മുടെ സ്ഥലത്തൊന്ന് ലൈറ്റ് ചെയ്തേക്കാം. നമ്മുടെ സ്ഥലത്ത് 2 ഡയമണ്ട് ഇവിടെ ഉണ്ട്. ഡയമണ്ട് കിട്ടിയാച്ച. ഇനി നമ്മളൊരു വെലസും. ഈ സാധനം എനിക്ക് തീരെ ഇഷ്ടമില്ല. ഈ ബ്ലോക്കും എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇത് മൊത്തം പൊട്ടിച്ച് കളയട്ടെ ഗൈസ്. ഇത് മൊത്തം പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവിടെ ലൈറ്റപ്പ് ചെയ്യാം. കോഡ് കെട്ടി. ഓ മൈ ഗോഡ് ഗൈസ്, കേവിൻ്റെ ഭീതിപ്പെടുത്തുന്ന സൗണ്ടുകൾ. അങ്ങനെ വീണ്ടും ഒരു രാത്രിയാ. വന്ന്. ജസ്റ്റ് മിസ്. ഞാൻ ക്രൗച്ച് ചെയ്തിരുന്നില്ലായിരുന്നു. ഇപ്പം എൻ്റെ ബോഡി വീട്ടിലേക്ക് എടുക്കായിരുന്നു. ഗോൾഡ് ഉണ്ട് ഗൈസ്. ഗോൾഡ് നമുക്ക് അങ്ങ് എടുത്തേക്കാം. എന്താ ചുമ്മാ കിട്ടുന്നതൊക്കെ നമ്മളങ്ങ് എടുക്കുമല്ലോ, അറിയാലോ. അത് കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് വെച്ച് പ്രത്യേകിച്ച് വലിയ യൂസൊന്നും ഇല്ല പ്രത്യേകിച്ച്. സത്യം പറഞ്ഞ ഒരു ഉപകാരം ഉള്ളതുമില്ല. ബാസ്റ്റിയം വല്ല കണ്ടുപിടിച്ച് നെതറിലൊക്കെ പോയി കഴിയുമ്പോഴാണ് അതായത് ഇതെനിക്കിഷ്ടമുള്ള ഇതെനിക്കിഷ്ടമല്ല. ഈ സാധനം കുന്തമായിലൂടെ എപ്പോഴും ഇല്ല. ഒരാപ്പിൾ കഴിച്ചിട്ടില്ല. എന്തോ വരുന്നുണ്ട്. എനിക്ക് തോന്നി. പൊട്ടി. എവിടുന്നൊക്കെ ആരൊക്കെ വരുന്നുണ്ട് ഗൈസ്. രാത്രിയാകാൻ പോവാണ് ഗൈസ്. വീട്ടിൽ പോയിരിക്കേണ്ട സമയമാണ് ഗൈസ്. അങ്ങനെ ഞാൻ രാവിലെ ആയിട്ട് നമ്മുടെ രാവിലെ വന്നിരിക്കുന്നു ഗൈസ്. എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ഇപ്പം ഞാൻ ചാവും ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഫുഡാണ് അത്യാവശ്യം. പക്ഷേ അത്യാവശ്യം ലൈറ്റപ്പെല്ലാം ഇതെവിടെ പോയി വീണേക്കുന്നു. അത്യാവശ്യം ലൈറ്റപ്പെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മേളിലോട്ടും കൂടെ കുറച്ച് ചെയ്തൊക്കെ. മേളിലോട്ട് എന്തോ വരുന്നുണ്ട്. എവിടുന്നാണ് അമ്പ് ചെയ്യുന്നത്? അവിടുന്ന്. എനിക്കിപ്പോൾ നിന്നോട് കളിക്കാൻ സമയമില്ല. അയ്യോ, ഞാൻ ഡയറക്റ്റ് താഴത്തേക്ക് കുഴിച്ചു പോയാലോ എന്ന് ആലോചിക്കുന്നത്. ചെറുക്കൻ പെട്ടെന്ന് വരും. അത്യാവശ്യം ഡയമണ്ട് വെച്ചൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് പോവുക. അതല്ലാതെ വേറെ വഴിയില്ല ഗായ്സ്. വഴിയില്ല എന്ന് പറഞ്ഞാൽ വഴിയില്ല. ഈ സാധനം ഇവിടെ അടിച്ച് വെച്ചേക്കാം. പിന്നെ ഡയമണ്ട് വെച്ചൊരു പിക്കാക്സ് ഉണ്ടാക്കാൻ വുഡില്ല അല്ലേ? വുഡ് നമ്മുടെ പെട്ടിക്കകത്തിരിപ്പുണ്ട്. എന്താണ് പറയുന്നത്?
വുഡെല്ലാം നമ്മുടെ പെട്ടിക്കകത്തിരിപ്പുണ്ട്. ഈ ആവശ്യമില്ലാത്ത ചവറ് കണക്കിന് സാധനം ഇതിനകത്ത് എടുത്ത് വെച്ചിരുന്നു. ഇത് കഴിച്ചാൽ എന്തെങ്കിലും കഴിക്കുമോ? രണ്ടെണ്ണം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല പറയുന്നത്. അത്യാവശ്യം ഹെൽത്തെല്ലാം കയറുന്നുണ്ട്. ഇനി നമുക്ക് എന്തായിരുന്നു ചെയ്യേണ്ടത്? ഒരിത് വെച്ച് പറ്റും വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? വാട്ടർ ബക്കറ്റിന് എത്ര വേണമായിരുന്നു? വാട്ടർ ബക്കറ്റിന് അതിന് കൂടുതൽ വേണം. നമുക്കിപ്പോൾ സ്റ്റിക്ക് എടുത്തിട്ട് ആക്കിയിട്ട് പോവുക, അതാണ് നല്ലത്. അല്ല, ഇതെടുത്ത പോരെ. സ്റ്റിക്ക് ഉണ്ടാക്കാൻ എന്താ ഒരെണ്ണം അല്ല 2 വേണോ? പണിയാണ് ഗൈസ്. നമ്മളൊക്കെ കളിച്ച് പഠിച്ച് വരുന്നില്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഒരു വലിയ ഡിമാൻഡ് വെച്ചുകൊണ്ട് വരും കളിക്ക്. ഒരു പിക്കാക്സ് ഉണ്ടാക്കി. അങ്ങനെ പിക്കാക്സ്, നമ്മുടെ ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് താഴത്തേക്ക് ഒഴിച്ചു പോകാം. എന്തോ വരുന്നുണ്ട് തോന്നി. നമുക്ക് ഹെൽത്ത് കൂടിയില്ല. നമുക്ക് പുറത്ത് പോയിട്ട് ഏതോ കാട്ടിപ്പോയി വിളിക്കുന്നു. ഇത് ആർമിലോടോ ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. കയറിയോ അതിൻ്റെ ഉള്ളിൽ? എനിക്ക് തോന്നി കോഴിമുട്ട ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കോഴിയും കാണും. അപ്പോൾ കുറച്ച് കോഴീനെ ഒപ്പിച്ചിട്ട് വരാം ഗൈസ്. എവിടേക്കെങ്കിലുമൊക്കെ പോകുന്നുണ്ട് ഞാൻ. എങ്ങോട്ടാന്ന് എനിക്കും കൂടെ തന്നെ അറിഞ്ഞൂടാ. കോഴിമുട്ട, ഐ നീഡ് കോഴിമുട്ട. അല്ല കോഴിമുട്ടയല്ല, കോഴി. അവിടെ കോഴീനെ പോയിട്ട് ഇവിടെ ഒരു വാഴേനെ പോലും കാണുന്നില്ല. എൻ്റെ ഹങ്കർ അത്യാവശ്യം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു കോഴി കിട്ടി. എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നേ? കോഴിയെ കിട്ടിയടാ. കൊന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടത്. ആദ്യം കൊന്നതിൻ്റെ. യവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യം. ഒരു വൃത്തികെട്ട സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ല, ഇവിടെ ഇതിനു മുമ്പ് കുറച്ച് കോഴീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുങ്ങൾ പെട്ടെന്ന് കാണാതെ എവിടെ ഉണ്ടായിരുന്ന കോഴിക്കുട്ടന്മാരെ? ആ കോഴിക്കുട്ടൻ വളരെ എന്നിട്ട് നമുക്ക് കാണാം. എന്നിട്ട് പക്ഷെ ഇമാരെ കൊന്നിട്ടും എനിക്ക് മറ്റേ ഫെദറൊന്നും കിട്ടിയില്ല. ഭാഗ്യം, ഫെദർ കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചധികം 2 മുട്ട കിട്ടിയില്ലേ? എറിഞ്ഞു നോക്കിയല്ലോ, 2ലും കോഴിക്കുഞ്ഞു വന്നില്ല. അവിടെ മോനെ ഇവിടെ കുറച്ച് ജംഗിളുണ്ട് കേട്ടോ. ജംഗിളിൽ വല്ലതും തിന്നാൻ കിട്ടുമോ നോക്കാം. ജംഗിളിൽ മറ്റേ ഈ സാധനം കാണത്തില്ലേ? അത്യാവശ്യം നല്ലപോലെ ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. ഫെദർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആക്സ് കൊണ്ട് അടിച്ചപ്പോൾ ഫെദറും കിട്ടി, മറ്റേ സാധനം കിട്ടി. നമ്മുടെ ജംഗിൾ എത്തിയിരിക്കുന്നു. ജംഗിൾ മോശമായാൽ എനിക്ക് തീരെ പിടിക്കത്തില്ല. പക്ഷെ നമ്മുടെ അവിടെ കേവ് അടിപൊളി ഒരു സാധനമാണ്. താഴെ നമുക്ക് പോയി നോക്കാം. ഇവിടെ മറ്റേ സാധനം കിട്ടത്തില്ലേ? മറ്റേ ഇതില്ലേ? എന്തായിരുന്നു? വാട്ടർമെലൺ. അത് കിട്ടത്തില്ലേ നമുക്കിപ്പോൾ? പശുമ്പ ഓടാ മോനെ, 3 സ്റ്റിക്കൊക്കെ കിട്ടി നമുക്ക്. പശുമ്പ കിട്ടി ഗായ്സ്. അങ്ങനെ പശുമ്പ ചാവ റെഡി ആയിക്കോ. പശുമ്പ എന്താണ്? മൊത്തം ക്ലച്ച് ചെയ്ത് എല്ലാത്തിനും തീർക്കുക ഗൈസ്. വാട്ടർമെലനും കിട്ടി. വാട്ടർമെലൻ നല്ല സാധനമാണ് ഗൈസ്. വാട്ടർമെലൻ വെച്ചാൽ ഗോൾഡും വെച്ചിട്ടൊരു സാധനം ഉണ്ടാകത്തില്ലേ? ഞാൻ അതുണ്ടാക്കി കളിക്കാം. എന്തായാലും ഗോൾഡ് വെച്ചിട്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വാട്ടർമെലൻ ഗോൾഡും കൂടെ ഒരു കോമ്പിനേഷൻ ഉള്ള സാധനമല്ലേ, അതങ്ങ് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് വാട്ടർമെലൻ കഴിച്ച് ആസ്വദിക്കാം ഗൈസ്. വാട്ടർമെലൻ നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം. ഞാൻ
വീട്ടിലെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. 2 hours later. നമ്മുടെ അടുത്ത് കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ കുറച്ച് ഗോൾഡ് വെച്ചിട്ടുണ്ട്. ഗോൾഡും വാട്ടർ മെല്ലും വെച്ചൊരു സാധനമില്ലേ, അയ്യോ അതുണ്ടാക്കണമെങ്കിൽ അതിവിടെ ഉണ്ടായിരുന്നല്ലോ. അതുണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ടേ? ഗോൾഡ് ഇങ്കട്ടായിട്ട് മാറ്റണമല്ലേ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇത് എടുക്കാൻ വെക്കാം. കാരണം ഞം കഴിക്കാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ചക്കും ഗൈസ്. അതുകൊണ്ട് ഞം ഇല്ലാതെ ഒരു പരിപാടിയില്ല. ഒരു ഫർണസും കൂടെ ഉണ്ടാക്കി വെക്കാം. എന്താ ചെയ്യാനാ ഗൈസ്, നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഫർണസ് ഉണ്ടാക്കാൻ. ഇത് നമ്മുടെ അടുത്ത് ബ്ലോക്ക് ഇല്ലേ, എന്താണ് മണ്ടത്തരം കാണിക്കുന്നത്. നമ്മുടെ അടുത്തുണ്ടായിരുന്ന ബ്ലോക്കും കൂടെ എടുത്ത് അതിനകത്ത് വെച്ചേക്കുന്നു. ഇങ്ങനത്തെ ചില വൃത്തികെട്ട മണ്ടത്തരങ്ങളാണ് നമ്മുടെ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചേക്കാം. ഇതിലൊരു 3 ഉണ്ടാക്കി വെച്ചേക്കാം. ഇവിടെ ഒരെണ്ണം ഇരിക്കട്ടെ, ഇവിടെ ഒരെണ്ണം ഇരിക്കട്ടെ, ഇവിടെ ഒരെണ്ണം ഇരിക്കട്ടെ, ഇവിടെ അത്ര ഉള്ളല്ലേ. ഞാനിത് കുറച്ച് ഗോൾഡ് കുക്ക് ചെയ്യാൻ വെക്കാം. ആദ്യം ആദ്യം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒരു 7 എടുത്തേക്കാം. പിന്നെ ഒരു 5 എടുത്തേക്കാം. ഒരു 6 എടുത്തേക്കാം. എന്നിട്ട് ഇതിനകത്ത് ഇത് വെച്ചേക്കാം, ഇതിനകത്ത് ഇത് വെച്ചേക്കാം. അങ്ങനെ രാത്രിയാകുമ്പോഴാണ് ഗൈസ്. അടുത്ത രാവിലെ ആയിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഡ്രൗണിൻ്റെ വൃത്തികെട്ട ശബ്ദം എൻ്റെ ചെവിയിലേക്ക് അടിച്ചു കയറി. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി ഗൈസ്. എല്ലാം കഴിച്ചിട്ടുണ്ട്. നമുക്ക് കോള് വേണ്ട, ഒന്നും ചെയ്യണ്ട. അതും കുക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ കോൾ അതിൻ്റെ അകത്ത് നിന്ന് എടുത്തു. പിന്നെ ഇതിനകത്തുനിന്നും കോൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാം കുക്ക് ചെയ്യാൻ വെച്ചെല്ലാം എടുത്തില്ല. പിന്നെ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെന്ത് ഗ്ലിച്ചാ. ഇതിനകത്ത് നിന്ന് കോൾ എടുത്തില്ല ഗൈസ്. ഇനി നമുക്ക് മറ്റേ ഗോൾഡൻ്റെ നിഗറ്റ് ഉണ്ടാക്കാം. ഇങ്കറ്റ് അല്ല നഗറ്റ് ആ സാധനം. എന്നിട്ട് ഇതുണ്ടാക്കാം. മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. 4 ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് തന്നെ പരിപാടിയാണ് ഗൈസ്. അത് 4 സീനില്ല. എടുത്ത് ഈ ആക്സൊക്കെ ഇപ്പോഴത്തേക്കകത്ത് എടുത്ത് വെച്ചിട്ട് കുഴിക്കാൻ പോവാം. കുറച്ച് ബ്ലോക്ക് വേണം ഗൈസ്. ബ്ലോക്കുണ്ട്. ഫുഡ് ഇത് ഇതിനകത്ത് എടുത്ത് വെച്ചേക്കാം. ഇതും ഇതിനകത്ത് എടുത്ത് വെച്ചേക്കാം. ഇത് രണ്ടും കയ്യിലെടുത്ത് വെച്ചേക്കാം. പിന്നെ സ്വാഡിന് പകരം കുറച്ച് 5-6 പിക്കാക്സ് എടുത്ത് വെച്ചേക്കാം ഗൈസ്. അതാണ് നല്ലത്. കുറച്ചധികം പിക്കാക്സ് എടുത്ത് വെച്ചേക്കാം. ഈ ടോർച്ച് വേണം, സ്വാഡ് വേണം. പിന്നെ നമ്മളെടുത്ത് സ്റ്റോൺ ഉണ്ടോ നോക്കാം ഗൈസ്. സ്റ്റോണിൽ നമുക്ക് കുറച്ചധികം പിക്കാക്സ് ഉണ്ടാക്കി വെച്ചേക്കാം. കാരണം പിക്കാക്സ് പെട്ടെന്ന് പൊട്ടും. ഗൈസ്. ഡ്രൗണ് ഭയങ്കര അലമ്പാണല്ലോ ഗൈസ്. അങ്ങനെ കുറച്ച് വുഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ വുഡ് വെട്ടാൻ പോകേണ്ട ആവശ്യം വരുമായിരിക്കും. എന്നിട്ട് പിക്കാക്സ് ഒരു കുറച്ചധികം ഉണ്ടാക്കി വെച്ചേക്കാം. എത്രയായി പിക്കാക്സ് നോക്കട്ടെ. ഇത്രയും മതിയായിരിക്കും. നമുക്ക് അതിനകത്തേക്ക് വുഡും സ്റ്റിക്കും എടുത്തു വെച്ചിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് കുഴിക്കാൻ തുടങ്ങാം. 2 കുഴി വിട്ട് കുഴിക്കാം. അതായിരിക്കും നല്ലത്. അല്ല, ഒറ്റ മിനിറ്റ്. സാരമില്ല.
ശല്യമാണല്ലോ ഗൈസ്. സീനല്ല, നമ്മളൊരു തവണ ചത്തിട്ടുണ്ട്. ഇതൊക്കെ ആദ്യത്തെ ചാവലാണ് ഗൈസ്. സാരില്ല, നമ്മുടെ വീട്ടിൽ പോയിട്ട് ആ കുഴിയിലൊക്കെ എടുത്ത് ചാടിയപ്പോഴേ. ഏത് കുഴിയായിരുന്നു ഗൈസ്? ആ, ഈ കുഴിയല്ലേ. എവിടെയായിരുന്നു നമ്മളെന്ത് ചെയ്യേ? ആ, അയ്യോ ഇതെവിടെയാ? അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. 2 കുഴി വെട്ടി പോകുമ്പോഴത്തേക്ക് സമയം ഒരുപാട് എടുക്കും ഗൈസ്. ഇവിടെ സാധനം ഉണ്ടെന്നാണ് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് കവർ ചെയ്ത് വെച്ചേക്കാം, എന്നിട്ട് കുഴിച്ച് പോവാം. ഈ തോന്നി ഇവന്മാരിവിടെ കാണും, കാട്ടാളന്മാർ എന്നെ കൊല്ലാൻ വേണ്ടി ഇരിക്കുക. നമുക്കിത് മൂടിയിട്ട് വീണ്ടും താഴേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുഴിച്ച് പോകാം. അല്ല ഒരു ബെഡ് റോക്ക്, ഡീപ് സ്ലൈറ്റ് ആ ഒരു ലെവലിലേക്ക് പോവാം. അല്ല വല്ല ജാക്ക് പോട്ട് അങ്ങനെ ട്രയൽ ചാമ്പറോ അങ്ങനെ വല്ലതും കിട്ടിയാലോ ഗൈസ്? പറയാൻ പറ്റത്തില്ലെന്നേ. ഓ, അയൺ കിട്ടി, അയൺ. ഞാൻ പറഞ്ഞില്ലേ, അല്ല മൂട്ടി വന്ന ഭാഗ്യം വർദ്ധിക്കും. ഞാൻ ഇപ്പോഴും ക്രൗച്ച് ചെയ്തിരിക്കുമായിരുന്നു. വീട്ടിൽ വരെ പോയിട്ട് വന്നാലോ, പക്ഷെ എൻ്റെ അടുത്ത് ചെസ്റ്റ് ഒന്നുമില്ല. ഇതാണൊരു പ്രശ്നം. ചത്തു കഴിഞ്ഞാൽ ചത്തതാ. അതുകൊണ്ട് നമ്മളൊരു വീട്ടിൽ വരെ പോയിട്ട് വരാം അല്ലേ? അതാണ് നല്ലത്, എനിക്ക് തോന്നുന്നു അതാണ് നല്ലത്. ഞാൻ വീട്ടിൽ വരെ പോയിട്ട് ആ വേയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. വേറൊരു സ്ഥലമാണ് ശരിയാക്കിയത്. പെട്ടെന്ന് സ്പീഡിൽ പോകണം ഗൈസ്, ഇല്ലെങ്കിൽ പ്രശ്നം കാരണം അല്ലെങ്കിൽ ചാവും നമ്മൾ. ചത്ത് കഴിഞ്ഞാൽ പണിയാണ് ഗൈസ്. ഡ്രൗണിൻ്റെ എല്ലാ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ മൂടിയപ്പോൾ തന്നെ ഒരു അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി താഴേക്കൊന്ന് കുഴിച്ച് പോവാം. ഓ, ലാപ്പീസ് കിട്ടി ഗൈസ്. ലാപ്പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. താഴെ കുറച്ച് ചെടിയിലേക്ക് പോകാം ഗൈസ്. എനിക്ക് വഴിയിലുള്ള അയൺ കിട്ടുന്നുണ്ട് ഗൈസ്, പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും എടുക്കുന്നില്ല. കാരണം പലയിടത്തിട്ട് പോയിട്ട് ചത്തിട്ട് അവസാനം റെഡ് സ്റ്റോൺ അല്ലാതെ ഡീപ് സ്ലൈറ്റ് ലെവലെത്തി ഗൈസ്. ലൈറ്റിൻ്റെ ആ ഒരു പൊട്ടിക്കുന്ന സൗണ്ട്. ഡീപ് സ്ലൈറ്റ് ലെവലെത്തി ഗൈസ്. കഴിക്കാൻ പറ്റുമോ ഞാൻ നോട്ടെ. അയ്യോ, ഫുഡ് കൊടുത്തില്ല. പെട്ട് ഗൈസ്, പെട്ട്. അങ്ങനെ ഗൈസ്, ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.